തൃശൂർ മാളയിൽ NSS കരയോഗത്തിൽ വിവാദമായി കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം. മാള തിരുമുക്കുളം കരയോഗത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഇറക്കാൻ ശ്രമിച്ചത് എതിർപ്പിനിടയാക്കി. RSSന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി NSSനെ മാറ്റാൻ അനുവദിക്കാനാവില്ല എന്ന ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചതോടെ പരിപാടി തടസ്സപ്പെടുകയും ചെയ്തു. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, RSSന്റെ ആ പ്രതീകാത്മക ചിത്രം അവിടെ വെക്കാൻ ശ്രമിച്ചതാരാണ്? അതിനെ എതിർത്തതാരാണ്? സൂരജ്. ഹാഷ്മി, രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് NSS പരിപാടിയിലും ഭാരതാംബ വിവാദം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ മാള കൂഴൂരിൽ NSS ഇന്നലെ യോഗാദിനത്തിന്റെ ഭാഗമായി യോഗാദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അവിടെയാണ് ഈ സമുദായ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കൂടി വച്ചത്. ഇതോടുകൂടി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. മാള കുഴൂരിലായിരുന്നു സംഭവം. RSSന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്രകാരമാണ്. അതായത് RSSന്റെ പ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത്. അങ്ങനെ പൊതുവെ ഈ NSSന്റെ വേദിയെ RSSന്റെ വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയത്. ഇതോടുകൂടി ഇവർ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ്. അതായത് വലിയ ബോർഡുകളും പ്രതിഷേധ പോസ്റ്ററുകളും എല്ലാം ഈ മേഖലയിൽ ഒരു വിഭാഗം പതിപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കമ്മിറ്റി തന്നെ, കരയോഗം കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം എന്നൊരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വയ്ക്കുന്നത്. ഇതിൽ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ഒരു ചിത്രം വച്ചത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ NSSന്റെ വേദിയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. ഇതോടുകൂടി ചേരിതിരിഞ്ഞൊരു ഏറ്റുമുട്ടുന്ന വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഇതോടുകൂടി പോലീസ് എത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത്. പോലീസ് എത്തി ഈ പരിപാടിയുടെ അനുമതി നിഷേധിച്ചു. പരിപാടി നിർത്തിവെക്കുകയാണെന്ന് പോലീസ് അറിയിച്ചതോടുകൂടിയാണ് ഇരു വിഭാഗവും പിരിഞ്ഞു പോകാൻ തയ്യാറായത്. എന്തായാലും ഭാരതാംബ വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് NSSന്റെ വേദിയിലും ഇത്തരത്തിൽ ഈ ഭാരതാംബ വിഷയം ചർച്ചയാകുന്നത്. സൂരജ്, RSSന്റെ ആ പ്രതീകാത്മക ചിത്രം സാധാരണഗതിയിൽ NSSന്റെ പരിപാടികളിലോ വേദികളിലോ ഉണ്ടാവാറില്ല. അത് കൊണ്ടുവെക്കാനുള്ള ശ്രമം എന്തിനായിരുന്നു? ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കമാണെന്ന് മറുപക്ഷം ആരോപിക്കുന്നുണ്ടോ സൂരജ്? തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ ഭാരതാംബ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലൊരു ചിത്രം വച്ചതിന് പിന്നിൽ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തെ എതിർത്ത് രംഗത്തെത്തിയവർ ചൂണ്ടിക്കാണിക്കുന്നത്. NSSന്റെ വേദിയെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാനുള്ള നീക്കമാണ് ഈ കുഴൂരിൽ ഉണ്ടായതെന്നുള്ളതാണ് ഈ എതിർത്ത് രംഗത്തെത്തിയ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പരസ്യമായി തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു. അതായത് ഈ പരിപാടി തുടങ്ങുന്ന വേളയിൽ തന്നെ ഈ ചിത്രം ഇരിക്കുന്നത്, അതും മന്നത്ത് പത്മനാഭനോടൊപ്പം ഈ ചിത്രം വച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത്. ഇതോടുകൂടി വാക്കുതർക്കം ഉണ്ടായി. ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വേദിയിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന എല്ലാം തന്നെ കാണാം. നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ, ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെ എതിർത്തും അനുകൂലിച്ചും വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ പോലീസ് ഇടപെടുന്നത്. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ചിത്രം മാറ്റാൻ ഈ സംഘാടകരോ തയ്യാറായില്ല. ഇതോടുകൂടി ഒരു വിഭാഗം ആളുകൾ അങ്ങനെയെങ്കിൽ പരിപാടി വേണ്ട, ഈ ചിത്രം മാറ്റിയതിനു ശേഷം മാത്രമേ പരിപാടി നടത്താൻ അനുവദിക്കൂ എന്ന് നിലപാടെടുത്തോടുകൂടി പോലീസ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തേണ്ടതില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. എന്തായാലും ഇതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിൽ ഈ കരയോഗം തന്നെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡുകളും പോസ്റ്ററുകളും എല്ലാം ഈ മേഖലയിൽ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാശ്മീർ. ഓക്കെ, NSSന്റെ വേദികളിൽ സാധാരണഗതിയിൽ ആ ചിത്രം അങ്ങനെ കാണാറുള്ളതല്ല. ആ ചിത്രം കൊണ്ടുവെക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു, മറുവിഭാഗം അതിനെ അതിശക്തമായി എതിർത്തു. ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള, രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കാനുള്ള നീക്കമാണ് എന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും അത് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് നോക്കാം.